നമസ്കാരം. നാർസിസ്റ്റ് അല്ലെങ്കിൽ നാർസിസം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ പലതരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളിൽ ഒന്നാണത്. അവനവനോട് തന്നെ അമിതമായ ഇഷ്ടവും പ്രാധാന്യവും തോന്നുകയും അതിനെ തുടർന്ന് മറ്റുള്ളവർക്ക് തീരെ മൂല്യം കൽപ്പിക്കാതിരിക്കുകയും എല്ലാം ചെയ്യുന്നവരെയാണ് പൊതുവെ നമ്മൾ നാർസിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. 10 ലക്ഷത്തിൻ്റെ കോട്ടിൽ പൊന്നിൻ നൂലുകൊണ്ട് സ്വന്തം പേരെഴുതിയ നരേന്ദ്രമോദിയുടെ നാർസിസ്റ്റ് മനോഭാവത്തിൻ്റെ മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ സ്ഥാപിച്ച സെൽഫി സ്പോട്ടുകൾ. സ്വന്തം ചിലവിലോ പാർട്ടി ചിലവിലോ അത് ചെയ്താൽ പോട്ടേന്ന് വെക്കാം. പക്ഷേ ഇത് ഖജനാവിലെ പണമെടുത്തിട്ടായാലോ? അതിലിത്തിരി കാര്യമുണ്ടെന്ന് പറയാതെ വയ്യ. ഓരോ റെയിൽവേ സ്റ്റേഷനിലും സ്ഥാപിച്ച ബൂത്തിന് എത്ര തുക ചിലവായി എന്നന്വേഷിച്ച വിവരാവകാശ അപേക്ഷയിൽ മറുപടി കൊടുത്ത സെൻട്രൽ റെയിൽവേ ഉദ്യോഗസ്ഥനെ ഒരു കാരണവും കാണിക്കാതെ സ്ഥലം മാറ്റിയതും വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളിന്മേൽ മറുപടി നൽകുന്നത് നിയന്ത്രിക്കണമെന്ന് നിർദ്ദേശിച്ചതും കൂടിയാകുമ്പോൾ മോദി എന്ന ഭരണാധികാരിയുടെ യഥാർത്ഥ മുഖം ഒന്നുകൂടി വികൃതമാവുകയാണ്. റെയിൽവേ സ്റ്റേഷനുകളിലെ നരേന്ദ്രമോദിയുടെ സെൽഫി പോയിന്റുകൾ എത്രയെന്നും അതിനോരോന്നിനും വന്ന ചെലവെത്രയെന്നുമുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ സെൻട്രൽ റെയിൽവേ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ ശിവരാജ് മനസ്പുരയെ പെട്ടെന്ന് സ്ഥലം മാറ്റിയത് വലിയ ചർച്ചയാവുകയാണ്. നിയമിതനായി 7 മാസത്തിന് ശേഷമാണ് ശിവരാജിനെ അകാലത്തിൽ സ്ഥലം മാറ്റിയത്. സ്ഥലം മാറ്റിയതിൻ്റെ ഒരു കാരണവും പറയാതെയും അടുത്ത പോസ്റ്റിംഗ് എവിടെയാണെന്ന് പോലും പറയാതെയുമാണ് മനസ്പുരയെ സ്ഥലം മാറ്റിയത്. അമരാവതി ആസ്ഥാനമായുള്ള സാമൂഹിക പ്രവർത്തകനായ അജയ് ബോസ് സെൻട്രൽ റെയിൽവേ വെസ്റ്റേൺ, സതേൺ, നോർത്തേൺ, നോർത്ത് വെസ്റ്റേൺ റെയിൽവേ എന്നീ 5 സോണുകളിൽ സെൽഫി ബൂത്തുകളുമായി ബന്ധപ്പെട്ട ചെലവുകളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് വിവരാവകാശ നിയമത്തിൽ അപേക്ഷ നൽകിയിരുന്നു. നിർദ്ദിഷ്ട ചെലവുകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകാൻ മറ്റുള്ള സോണൽ അധികൃതർ മടിച്ചപ്പോൾ ഉത്തരം നൽകിയ ഏക സോണായ സെൻട്രൽ റെയിൽവേയിലെ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസറെ ധൃതിപ്പെട്ട് മാറ്റിയത് പ്രതികാര നടപടിയാണ് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. വിവരാവകാശ അപേക്ഷയിന്മേലുള്ള മറുപടിയിൽ സെൻട്രൽ റെയിൽവേ സോണിൽ മാത്രം 6.25 ലക്ഷം രൂപ വീതം 20 സ്ഥിരം സെൽഫി ബൂത്തുകൾ സ്ഥാപിച്ചുവെന്നും ആകെ 1.25 കോടി രൂപ ഇതിനായി ചിലവായെന്നും ഇതുകൂടാതെ ഓരോന്നിനും 1.25 ലക്ഷം രൂപ ചെലവിൽ 32 താൽക്കാലിക സെൽഫി ബൂത്തുകൾ വേറെയും സ്ഥാപിച്ചിട്ടുണ്ടെന്നുമുള്ള വിവരങ്ങളാണ് ശിവരാജ് നൽകിയത്. സെൻട്രൽ റെയിൽവേയിൽ നിന്നുള്ള വിവരങ്ങൾ ഡെപ്യൂട്ടി GM അഭയ് മിശ്രയാണ് നൽകിയതെങ്കിലും അതിൻ്റെ പേരിൽ നടപടി നേരിട്ടത് CPRO ആയ ശിവരാജ് ആണെന്നത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് അപേക്ഷകനായ അജയ് ബോസ് പറഞ്ഞു. ഉന്നത തലത്തിലുള്ള ഇടപെടലാണ് നടപടിക്ക് പിന്നിൽ എന്നാണ് പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥർ ശിവരാജിൻ്റെ സ്ഥലം മാറ്റത്തെക്കുറിച്ച് പറഞ്ഞത്. ഇത്തരത്തിൽ മോദി സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കാൻ സർക്കാർ നികുതിദായകരുടെ പണം ഉപയോഗിക്കുന്ന നിരവധി സ്ഥലങ്ങളിൽ ഒന്നു മാത്രമാണ് റെയിൽവേ സ്റ്റേഷനുകൾ. സർവകലാശാലകൾ, പൊതു ഇടങ്ങൾ മുതലായവയും ഈ സെൽഫി പോയിന്റുകൾക്കായി കണ്ടെത്തിയിട്ടുണ്ട്. നികുതികളിലൂടെ നമ്മിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം നമ്മുടെ രാഷ്ട്രം കേന്ദ്ര സർക്കാരിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവരാ പണം എങ്ങനെ ചെലവഴിക്കുന്നുവെന്നതിൻ്റെ ഉദാഹരണമാണ് ഇത്തരം സ്വയം പൊങ്ങി സ്പോട്ടുകൾ. എവിടെ ചെന്നാലും എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ ക്ലോസപ്പ് എന്ന് ഉദയനാണ് താരം എന്ന ചിത്രത്തിലെ സുന്ദരവിഡ്ഢിയായ ശ്രീനിവാസൻ കഥാപാത്രം പറയുന്നതാണ് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലൈഫ് സൈസ് 3D മോഡലിന് മുന്നിൽ ആളുകൾക്ക് മോദിയുടെ അരികിൽ നിൽക്കാനും അവരുടെ ഫോൺ ക്യാമറകളിൽ സെൽഫി എടുക്കാനുമുള്ള സംവിധാനമാണ് ഓരോ സെൽഫി പോയിന്റിലും ഒരുക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിനും ദേശീയ സംസ്ഥാന ഏജൻസികളുടെ ചില മുൻനിര സ്കീമുകൾ, പ്രോഗ്രാമുകൾ, അവയുടെ നേട്ടങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടുന്ന ടെക്സ്റ്റുകളും ചിത്രങ്ങളും ഓരോ സ്പോട്ടിലും ഒരുക്കിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ മോദിയുടെ 2D ചിത്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലെ സെൽഫി പോയിന്റുകൾക്ക് ഇപ്പോൾ ദേശീയ മുൻഗണനയാണ് നൽകുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ദുഃഖകരമെന്ന് പറയട്ടെ, തീവണ്ടി അപകടങ്ങളും ജീവഹാനികളും വെട്ടിക്കുറയ്ക്കുന്നതിൽ പരാജയപ്പെട്ട റെയിൽവേ വൃത്തിയുള്ള ട്രെയിനുകൾ നൽകുന്നതിൽ പോലും പരാജയപ്പെട്ടിടത്താണ് ഈ സ്വയം പൊങ്ങി പോയിന്റുകൾക്ക് വേണ്ടി കോടികൾ ചെലവിടുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സെൽഫി പോയിന്റുകളുടെ വില സംബന്ധിച്ച വിവാദത്തെ തുടർന്ന് വിവരാവകാശ നിയമപ്രകാരം സോണൽ റെയിൽവേ അധികൃതർ വിവരങ്ങൾ നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ഇന്ത്യൻ റെയിൽവേ കർശനമാക്കി. പുതിയ നിയമങ്ങൾ പ്രകാരം എല്ലാ ഉത്തരങ്ങളും സോണൽ റെയിൽവേയുടെ ജനറൽ മാനേജരോ ഡിവിഷണൽ റെയിൽവേ മാനേജരോ ക്ലിയർ ചെയ്യണമെന്നാണ് പുതിയ തീരുമാനം. ഇനി മറ്റൊരു സോണിൽ നിന്നും ഇത്തരം കണക്കുകൾ പുറത്തു വരുന്നത് തടയുന്നതിനു വേണ്ടിയാണ് പുതിയ ഉത്തരവ് ഇറക്കിയത്. രാജാവേ അങ്ങ് നഗ്നനാണ് എന്ന് ഒരു കുട്ടിയും വിളിച്ചു പറയരുത് എന്ന് സാരം.